ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ബുഹാറിയിൽ സ്നോ വീണിട്ട് ആദ്യത്തെ സ്നോ ഈ വർഷത്തെ. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ പുറത്ത് വന്നതാ. അപ്പോൾ എൻ്റെ ബാക്കിൽ കാറ് കാണിച്ചു തരാം. കാറൊക്കെ ഫുള്ള് സ്നോ ആണ്. നല്ല രസമുണ്ട്. നമ്മൾ സ്നോ വീഴുമ്പോൾ പുറത്ത് വരണം, എന്നാലേ രസം ഉണ്ടാവുള്ളൂ. റൂമിനുള്ളിൽ ഇരുന്നാൽ ഈ ഒരു സുഖം കിട്ടില്ല. നല്ല രസമാണ്. ഞാൻ ഒറ്റയ്ക്കാണ് പുറത്ത് വന്നത്. എനിക്ക് കുറച്ച് ജേർണൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നാണ്. എൻ്റെ കണ്ണിലൊക്കെ ഫുള്ള് സ്നോ ആണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. അത്ര തണുപ്പില്ല, തീരെ തണുപ്പില്ല. പക്ഷെ സ്നോ വീഴുന്നുണ്ട്. സ്നോ വീഴുമ്പോൾ തീരെ തണുപ്പുണ്ടാവില്ല, പക്ഷെ സ്നോ വീണ് കഴിഞ്ഞാൽ തണുപ്പുണ്ടാവും. അപ്പോൾ ഞാൻ സൗദോൻ്റെ അവിടേക്ക് വന്നിട്ട്, സൗദോ കഴിഞ്ഞിട്ടാണ് ആ ഷോപ്പുള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് വേണമെങ്കിൽ പ്രിൻ്റ് എടുക്കണം കുറച്ച്. അപ്പോൾ ജേർണൽ ചെയ്യണം. അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഞാൻ തുടങ്ങാൻ പോവുകയാണ്. ഞാൻ ജേർണൽ ചെയ്യണം വേണ്ടി കുറേ ആയി, പക്ഷെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ജേർണൽ ചെയ്യാനുള്ള പ്ലാനിലാണ്. നല്ല പോലെ സ്നോ വീഴുന്നുണ്ട്. ഈ കാറിൻ്റെ മേലൊക്കെ ഫുള്ള് സ്നോ ആയി. ഇപ്പോഴും സ്നോ വീണുകൊണ്ടിരിക്കുക. സ്നോ വീണിട്ട് ഇവിടെയൊക്കെ നന്നായി നിൽക്കാൻ തുടങ്ങി. ഫസ്റ്റ് വീഴുന്ന സമയത്ത് ഫുള്ള് താഴെ വീഴുന്ന സമയത്ത് അത് മെൽറ്റാവുമായിരുന്നു, അലിഞ്ഞിട്ട് വെള്ളമാവും. പക്ഷെ ഇപ്പോൾ ഇവിടെയൊക്കെ നിൽക്കാൻ തുടങ്ങി. ഇനി കുറച്ചും കൂടെ ഒരു 5 മണിക്കൂർ ഇങ്ങനെ വീണുകൊണ്ടിരുന്നാൽ നല്ല രസമായിരിക്കും. സാധനങ്ങളും കൂടെ മേടിക്കാനുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ അതിൻ്റെ ഡോട്ട്സിലേക്ക് തന്നിരിക്കുക. ഡോട്ട്സിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്ന് ഓർഡർ ചെയ്യുന്ന സെയിം തന്നെയാണ് ഞാൻ ഓർഡർ ചെയ്തത്. അമിഗോ ആപ്പ് ഓർഡർ ചെയ്തു. പിന്നെ അപ്പോൾ അത് വെച്ച് ഫുഡ് വെച്ചിട്ട് നമുക്ക് നോമ്പ് തുറക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് മെഗാ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ അതും മേടിക്കണം. ഞാൻ ഒറ്റയ്ക്കാണ് വന്ന്. ഇപ്പോൾ പുറത്തൊക്കെ നല്ല സ്നോ ആണ്, പക്ഷെ അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി സ്നോ വീഴുന്നത്. ഞാൻ ഈ ചെറുപ്പത്തൊക്കെ കുറേ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു സ്നോ വീഴുന്നത് കാണണമെന്ന്. പക്ഷേ ഇപ്പോൾ ഫൈനലി നമ്മൾ ആ സ്നോ വീഴുന്നത് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് എത്ര സ്നോ വീഴുന്നത് കണ്ടാലും എനിക്ക് സ്നോ വെറുക്കൂല. അതെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ബാക്കിയുള്ളവർക്ക് അങ്ങനെയല്ല. സ്നോ ചിലർക്ക് ഇഷ്ടമില്ലാത്തുണ്ടാവും. പക്ഷെ എനിക്കെന്തോ സ്നോ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്ന് നിസ്കാരവും ഓതൊക്കെ കഴിഞ്ഞിട്ട്, വെള്ളിയാഴ്ചയും കൂടെ ആയതുകൊണ്ട് നിസ്കാരം ഓതലൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഞാൻ പുറത്തിറങ്ങിയത്. പുറത്തിറങ്ങിയിട്ട് ഇപ്പോൾ നോമ്പ് തുറക്കാൻ പോവാം. നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് കാണാം. ബൈ. എനിക്ക് കുറച്ച് വെജിറ്റബിൾസ് മേടിക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ മെഗാ മാർക്കറ്റിൽ വന്നിരിക്കുക. ഫുഡ് കഴിക്കുന്ന വീഡിയോസൊന്നും എനിക്ക് ഇടാൻ പറ്റിയില്ല. എനിക്ക് കുറച്ച് മുളക് മേടിക്കണം, ചില്ലി മേടിക്കണം, പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ ഇത് റേറ്റ് നോക്കണം എത്രയാണെന്നൊക്കെ. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഈ സ്ട്രോബെറിക്കൊക്കെ നല്ല വില കുറവുണ്ടാവും. ഇപ്പോൾ സ്ട്രോബെറിക്കൊക്കെ വില എന്ന് പറയുന്നത് 24,000, പിന്നെ 38,000 ഒക്കെ ആണ്. നല്ല റേറ്റ് ഉണ്ട്. ഇപ്പോൾ സ്ട്രോബെറി ഞാൻ മേടിക്കലില്ല. ഒരു 1.5 മന്തും കൂടെ കഴിഞ്ഞാൽ, ഒരു 1.5 മാസം കൂടെ കഴിഞ്ഞാൽ ഇതിനൊക്കെ നല്ല വില കുറവിൽ കിട്ടും. അപ്പോൾ ഇപ്പോൾ ഒന്നും മേടിക്കുന്നില്ല. ഫ്രൂട്ട്സ് കുറച്ച് മേടിക്കണം. എന്തെങ്കിലും ഓറഞ്ച് മേടിക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ നാട്ടിലെ തേങ്ങയാണ്. അതായത് നമ്മൾ തേങ്ങ ചിരകൂലേ, ആ തേങ്ങ. അതിങ്ങനെ ബോക്സിൽ 12,000 രൂപ. അതായത് നാട്ടിലത്തെ ഒരു 100 രൂപയാണ് ഒരു ഹാഫിന്. പിന്നെ ഇത് തേങ്ങ വെള്ളം, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇതാണ് ഞാൻ മെയിനായിട്ട് മേടിക്കൽ. ഇതെന്താ വെച്ചാൽ നമ്മുടെ റോസ്മേരി ഇല്ലേ, അത് ഞാനിത് വെള്ളമാക്കിയിട്ട് തിളപ്പിച്ചിട്ട് ഹെയറിൽ യൂസ് ചെയ്യലുണ്ട്. പിന്നെ നമുക്ക് ജിഞ്ചർ മേടിക്കണം. ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിക്കട്ടെ. എന്നിട്ട് കുറേ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്, പിന്നെ കുറേ നട്ട്സുകൾ. അപ്പോൾ എനിക്ക് ഈത്തപ്പഴം മാത്രമാണ് വേണ്ടത്. അപ്പോൾ ഈത്തപ്പഴം കുറച്ച് മേടിച്ച് ഷെയ്ക്ക് അടിച്ച് കുടിക്കാനൊക്കെ ആയിട്ട്. ഇനിയിപ്പോൾ നോമ്പായി കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ മേടിക്കേണ്ടി വരും റമദാനിൽ. പക്ഷെ ഇപ്പോൾ ഞാൻ കുറച്ച് മേടിച്ച്. പിന്നെ എനിക്ക് ചിക്കൻ മേടിക്കണം. ചിക്കൻ കഴിച്ചിട്ട് കുറേ ആയി. ഞാൻ കസാക്കിൽ പോയിട്ട് ഫുള്ള് ചിക്കൻ ആയതുകൊണ്ട് ചിക്കൻ മേടിച്ചിട്ടില്ല.
പിന്നെ ഇവിടെ കുറേ ബ്രെഡിൻ്റെ ഏരിയ ആണ്. നമുക്ക് വെറൈറ്റി ഓഫ് ബ്രെഡ്സ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇത് പിന്നെ ബർഗറിൻ്റെ ബ്രെഡ്, പിന്നെ ഇങ്ങനെ കുറേ ബ്രെഡ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഫത്തീർ, പിന്നെ കുറേ തരം ബ്രെഡ് ഉണ്ട്. ഇവർ ഉണ്ടാക്കുന്ന ബ്രെഡാണ് ഇവിടെ. നമുക്ക് ചിക്കൻ മേടിക്കാം. കുറച്ച് മാഗി ക്യൂബ് എടുക്കുന്നുണ്ട്. എനിക്ക് മന്തി ഉണ്ടാക്കുമ്പോൾ എനിക്ക് മാഗി ക്യൂബ് ആവശ്യം വരും. അപ്പോൾ ഞാനൊരു 5 ഇവിടെ ചിക്കൻ ഇങ്ങനെ ഇവിടെ ചിക്കൻ്റെ ഇരിക. പിന്നെ ഇങ്ങോട്ട് വന്നാൽ ബീഫിൻ്റെ ഉണ്ട്. ബീഫ് തന്നെ വെറൈറ്റി ആയിട്ടുണ്ട്. പിന്നെ ബീഫിൻ്റെ ഓരോ പീസുകളാണ്. അത് നമുക്ക് മേടിക്കുമ്പോൾ നോക്കി മേടിക്കണം. നെക്കിൻ്റെ പീസ് ഉണ്ടാവും, ലെഗ് പീസോ അങ്ങനെ ലെഗിൻ്റെ ഏരിയ ഉള്ള പീസ് ഉണ്ടാവും. പിന്നെ ഇവിടെ ആടുണ്ട്, ആടിൻ്റെ. പിന്നെ ഇവിടെ നമ്മൾ കുറേ പൊടികൾ, സോപ്പ് പൊടി അങ്ങനത്തെ ഒക്കെ നമുക്കതൊന്നും ആവശ്യമില്ല. ഞാൻ അതൊക്കെ ഓൾറെഡി മേടിച്ചതാണ്. എനിക്ക് പ്രത്യേകിച്ച് മേടിക്കാനൊന്നുമില്ല. പിന്നെ ഇതൊക്കെ ഫുള്ള് മൈദയാണ്. പിന്നെ ഓട്സ്, കടല, പരിപ്പ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഓയിൽ തന്നെ കുറേ റേറ്റുള്ള ഓയിലുണ്ട്. ഞാനെന്ന് മേടിക്കൽ ഈ മിൽറ്ററിൻ്റെ ചെറുതാണ്. മിൽറ്ററിൻ്റെ ചെറുത് ഇവിടെ കാണാനില്ലല്ലോ. ഈ മിൽറ്ററിൻ്റെ ചെറുതാണ് ഞാൻ മേടിക്കൽ. ഇതിൻ്റെ വേറൊരു ബോട്ടിലാണ് മേടിക്കൽ. ഇതിപ്പോൾ മിൽറ്ററിൻ്റെ ബോട്ടിൽ മാറിയതാണ് തോന്നുന്നത്. ഞാൻ അതാ മേടിക്കൽ. പിന്നെ ഇവിടെ പാസ്ത, മക്രോണി, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ എനിക്കതൊന്നും ആവശ്യമില്ല. ഞാൻ കുറച്ച് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസാണ് എനിക്ക് വേണ്ടത്. ഞാൻ അത് മേടിച്ച്. പിന്നെ ഇവിടെ കുറേ വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ട്രൈ ആക്കി നോക്കിയിട്ടില്ല. നമ്മൾ ഇവിടെ നിന്ന് മുളകിന് മാത്രം നമ്മൾ മേടിച്ചിട്ടുണ്ട്. എൻ്റെ റൂംമേറ്റ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ഒന്നും മേടിച്ചിട്ടില്ല. ഇവിടെ മഷ്റൂം ഉണ്ട്, ടൊമാറ്റോ ഉണ്ട്, കുക്കുംബർ ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങൾ. നമ്മളിതൊന്നും കഴിച്ചിട്ടില്ല. നമുക്ക് ഇഷ്ടപ്പെടുമോ എന്ന് അറിയാത്തതുകൊണ്ട് നമ്മൾ കഴിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിൽ ഈ മാങ്ങയും ഇതൊക്കെ ഇടുന്ന പോലെയാണ് ഇവർ ഇട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് ഞാൻ ഒന്നും മേടിക്കുന്നില്ല. ഞാൻ പിന്നെ നാട്ടിൽ നിന്ന് ഇങ്ങനെ മുളക് ഉപ്പിലിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുണ്ട്. ഒരു ടൊമാറ്റോ ഒക്കെ ഫുള്ളിങ്ങനെ നിറയെ വലിയൊരു ബോട്ടിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ചോക്ലേറ്റ്സാണ്. ചോക്ലേറ്റ്സിൻ്റെ ഇവിടെ മാത്രമല്ല, നമുക്ക് ഇവിടെ ഫുള്ള് ചോക്ലേറ്റ്സാണ്. പക്ഷേ ഈ ഒരു ഇത് കണ്ടിട്ടായിരുന്നു ഞാൻ അത്ഭുതപ്പെട്ടത്. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ചോക്ലേറ്റ്സാണ്. കോലുമിഠായി. നാട്ടിൽ പോകുമ്പോൾ ഇതൊക്കെ കൊണ്ടുപോകണം. പിള്ളേർ അത്ഭുതത്തോടെ നോക്കും. പിന്നെ നമ്മുടെ കുൻഫു പാൻഡ. ഞാൻ കുറച്ച് സാധനം മേടിച്ച് എന്ന് മേടിക്കുന്ന പോലെ സ്നോ വീഴുന്നു നിന്നിട്ടേയില്ല. കുറേ ആയി, ഒരു 2-3 മണിക്കൂറായി സ്നോ വീഴാൻ തുടങ്ങിയിട്ട്. എൻ്റെ വീട്ടിൻ്റെ അവിടെ ഫുള്ള് സ്നോ ആയി. നല്ല സ്നോ വീണുകൊണ്ട് തന്നെ അവിടെയൊക്കെ സ്നോ ആയി. ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഫൈനലി നമ്മുടെ ബുഹാറിൽ സ്നോ വീണി. ഞാൻ ഇന്നലെ എടുത്ത കുറച്ച് വീഡിയോസും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ ചുറ്റും നോക്കിയാൽ അറിയാൻ പറ്റും, ട്രീസൊക്കെ ഫുള്ള് വൈറ്റാണ്. ഇപ്പോഴും സ്നോ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അത്ര വലുതായിട്ട് വീഴുന്നില്ലെങ്കിലും വീഴുന്നുണ്ട് സ്നോ. അതുകൊണ്ട് തന്നെ സ്നോ മെൽറ്റാവാൻ ചാൻസ് ഇല്ല. അപ്പം ഞാൻ എന്തായാലും ഗ്ലോബസിക്ക് പോകാമെന്ന് വിചാരിച്ച്. പിന്നെ എനിക്ക് വേറെ കുറച്ച് സ്ഥലങ്ങളിൽ കൂടെ പോകാനുണ്ട്. ഇന്നലെ ഞാൻ കുറേ സാധനങ്ങളൊന്നും മേടിച്ചില്ല. അപ്പം കുറച്ച് സാധനങ്ങളും കൂടെ മേടിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഗ്ലോബസ് എത്തിയിട്ട് കാണാം. ഗ്ലോബസ് അടിപൊളിയായിരിക്കും. കാരണം ഈ ട്രീ കണ്ടാൽ മനസ്സിലാവും. നമ്മുടെ ബുഹാറിയിൽ ഇപ്രാവശ്യം സ്നോ വീണിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ വീഡിയോയിൽ എന്നും കാണിക്കുന്ന ഈ ഒരു പ്ലേസ് ഫുള്ള് സ്നോ ആണ്. അപ്പുറത്തേക്ക് നോക്കിയാൽ കഴിഞ്ഞാൽ ആ ട്രീ ഒക്കെ ഫുള്ള് സ്നോ ആണ്. അപ്പോൾ ഗ്ലോബസിൽ എന്തായാലും ഇതിനേക്കാളും അടിപൊളിയായിരിക്കും. നമുക്ക് ഗ്ലോബസ് എത്തിയിട്ട് കാണാം. ഈ ട്രീസൊക്കെ നോക്കി എന്ത് ഭംഗിയാ. അതിൽ നമ്മളിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചില്ലൊന്ന് വലിച്ചാൽ ഫുള്ള് സ്നോ ആരോ വീഴും.
ഞാനൊരു ഹാർട്ട് ഉണ്ടാക്കി. കൈയൊക്കെ തന്നെ ഫ്രീസായിട്ട് സ്നോ വീണോണ്ടിരിക്കുക. ആ ഒരു ഹാർട്ട് ഉണ്ടാക്കി. ഹാർട്ട് ബ്രോക്കൻ. നമുക്ക് സ്നോമാൻ ഉണ്ടാക്കാം. ഇവിടെ ഫുൾ ചളിയായി, ഞാനിപ്പോൾ ചവിട്ടിയിട്ട്. നമുക്കിവിടെ ഒരു കേക്ക് കട്ടിങ് ചടങ്ങിലേക്ക് പോവാം. ചുറ്റും സ്നോ, നമ്മളൊക്കെ കുറച്ചൊരു സ്നോയിൽ കളിക്കാം. Ozodbek Nazarbekov sizlar uchun tayyorlagan yangi dasturi mana shulardan iborat edi. Sizlarni hammalarga xush kayfiyat. ഫുള്ള് സ്നോ ആണ്. ഇപ്പോഴും സ്നോ വീണോണ്ടിരിക്കുക. നമ്മുടെ ഗ്ലോബസ് ഇപ്പോഴും സ്നോ വീണോണ്ടിരിക്കുക. സ്നോ വീണ് നിന്നിട്ടില്ല. നല്ല രസമുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്, ആരും വന്നില്ല കൂടെ. പക്ഷെ ചെറിയ കുട്ടികളെ കൊണ്ടൊക്കെ വന്നിരിക്കുക കളിക്കാനായിട്ട്. നല്ല രസമുണ്ട്. ഇവിടെ നമ്മൾ കുറച്ച് ഫാമിലിനെ കണ്ട് നമുക്ക് അവരോട് ചോദിക്കാം. ഞാൻ കുറേ നേരം സ്റ്റോറിൽ നിന്ന് കളിച്ച് പിന്നെ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഉണ്ടായിരുന്നില്ല. ബാക്ക്ഗ്രൗണ്ട് സോങ് അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക, കാരണം സോങ് കാരണം ഇനിയിപ്പോൾ എൻ്റെ സൗണ്ട് വെക്കാതിരിക്കുമെന്ന് അറിയില്ല. ഞാൻ എന്തായാലും ഗ്ലോബസ് നേരെ ഇനി സൗദോനോടേക്ക് പോവാം. എനിക്ക് ഒരു ബുക്ക് ഞാൻ എന്നാലും ജേർണലിന് വേണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബുക്ക് എനിക്കൊന്ന് മാറ്റണമായിരുന്നു. ബുക്ക് കുറച്ച് ഡാമേജാണ്. മാറ്റി തരുമോ എന്നൊന്നും അറിയില്ല. നമ്മളിവിടെ കുറേ ഫാമിലിനെ കണ്ടു.
ഞാൻ ഇവിടെ കുറേ വീഡിയോസും കൂടെ എടുത്തിട്ട് ഇതിൽ ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് വീഡിയോസും കൂടെ കാണിച്ചു തരാം ഗൈസ്. ഇവിടെ എത്രയോ ചെറിയ കുട്ടികളെയൊക്കെ കൊണ്ട്, നമ്മളാണെങ്കിൽ കൊണ്ടുവരുമോ, ചെറിയ കുട്ടികളൊക്കെ കൊണ്ടിട്ടാണ് നമ്മൾ ഫാമിലിയൊക്കെ വന്നിരിക്കുന്നത്. നല്ല സ്നോ വീഴുന്നുണ്ട് ഇപ്പോഴും, അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട്. ഓ ഇതൊക്കെ ഫുള്ള് ഇനി കുറേ കഴിഞ്ഞ് ഐസാവും. കുറേ പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ട്, വീഡിയോസ് എടുക്കുന്നുണ്ട്, കുട്ടികളെ കൊണ്ട് കളിക്കാൻ വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ മഴ പെയ്യാ പറഞ്ഞ കുട്ടികളെ കൂടെ ഇറക്കില്ല, അങ്ങനെയുള്ള നമ്മുടെ നാടാണ്. ഇവിടെ എന്താ സ്നോയിൽ എല്ലാവരെയും കൊണ്ടുവരും. ചെറിയ പെറ്റ കുട്ടിനെ കൊണ്ടുവരാൻ പറ്റുമോ അതും കൊണ്ടുവരും അവർ. ഞാൻ ഗ്ലോബസ് നേരെ ഇനി സൗദനടിക്ക് പോവാം. കുറേ നേരം ഞാൻ നടക്കുന്നു, സ്നോ കാണുമ്പോൾ പോവാൻ തോന്നുന്നില്ല ഗൈസ്. ഇപ്പോഴും സ്നോ വീണുകൊണ്ടിരിക്കുക. എനിക്ക് സ്നോ കാണുന്നതുകൊണ്ട് തന്നെ എനിക്ക് പോകാൻ തോന്നുന്നില്ല. പിന്നെ കണ്ടില്ലേ ഇങ്ങനത്തെ ഈ വണ്ടി, സ്നോ കാണുന്നതുകൊണ്ട് പോകാൻ തോന്നുന്നില്ല. കുറേ ഫാമിലിൻ്റെ അടുത്ത് നമ്മൾ സംസാരിക്കാൻ മീൻസ് അവരെവിടെന്നാ ചോദിക്കും, നമ്മൾ ഇന്ത്യ എന്ന് പറയും, അപ്പോൾ അവർക്ക് സന്തോഷമാവും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. എൻ്റെ ഫോണിൽ ചാർജില്ല, അപ്പോൾ ഞാൻ എന്തായാലും ഗ്ലോബൽസിന് പോവാം. ഗൈസ് ഇനി അവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും. ഞാനപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞു. ഇനി നേരെ റൂമിലേക്ക് പോട്ടെ. ഞാൻ കാറ് കൊണ്ട് നടന്നാണ്. ഇതൊക്കെ ഫുള്ള് സ്നോ ആണ്. ഞാൻ ഇരിക്കുന്ന ഹോസ്റ്റലിലെ ഫ്രണ്ട് ചെയ്ത് കുട്ടി ഉണ്ടാക്കിയതാണ്. എന്താ സംഭവം?